2-3 ദിവസം മുമ്പ് എൻ്റെ ഒരു അഡീനിയം ചട്ടിയിലേക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് എൻ്റെ ചട്ടി തിങ്ങി എൻ്റെ ചട്ടി പൊട്ടിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കോഡക്സ് എല്ലാം വളരെ വലുതായി. അങ്ങനെ എൻ്റെ ചട്ടി പൊട്ടി. അവസാനം ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും? അപ്പോൾ വലിയ ചട്ടികൾ തന്നെ നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഒരു ചട്ടി അത്യാവശ്യം വന്നതുകൊണ്ട് ഞാൻ ഉടനെ ഒരു ചട്ടി അഡീനിയത്തിന് പറ്റിയ ഒരു വലിയ ചട്ടി ഞാൻ ഉണ്ടാക്കി. 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചട്ടി ഉണ്ടാക്കാം. എളുപ്പത്തിൽ അഡീനിയം ചട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കയറി കണ്ടു നോക്കൂ. നമുക്കിനി ഈ ചട്ടിയിലേക്ക് പോട്ടിംഗ് മിക്സർ നിറക്കാം. ഈ മണ്ണ് നല്ല ലൂസായ മണ്ണായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വേറെ മണലൊന്നും ചേർക്കുന്നില്ല. നല്ല പൗഡർ പോലെ ഇരിക്കുന്ന മണ്ണാണ്. നല്ല പൗഡർ പോലെയാണ്. പിന്നെ ഇതിൽ മുട്ടത്തൊണ്ടിൻ്റെ പൊടി കുറച്ച് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ചേർക്കാം. 1 സ്പൂൺ എല്ലുപൊടി ചേർക്കാം. പിണ്ണാക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. 2-3 ദിവസമായി ഞാനിത് സാഫ് പുരട്ടി നന്നായിട്ട് എല്ലാ സ്ഥലത്തും സാഫ് പുരട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കേടൊന്നും ഇതിന് സംഭവിക്കുകയില്ല. നന്നായിട്ട് പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് നമ്മളിത് നടേണ്ടത്. കുറച്ച് മണ്ണും കൂടിയിട്ട് നമുക്കിത് ഒന്നും കൂടി ഉറപ്പിക്കാം. ഇതിലേക്ക് അധികം വെള്ളം നനച്ച് കൊടുക്കാതെ തണലത്ത് തന്നെ വെച്ച് 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഇവിടെ നമ്മൾ സാഫ് എല്ലായിടത്തും മുറിച്ച സ്ഥലത്തൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പോട്ടി മിക്സിലേക്ക് നമുക്ക് കുറച്ച് സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടിലും ഞാൻ വീഗ്രാഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ അഡീനിയം ചെടിയെ റിപ്പോർട്ടിങ്ങും അതിൻ്റെ കൂടെ പ്രൂണിങ്ങും അതുകൂടാതെ നമ്മൾ ഗ്രാഫ്റ്റിങ്ങും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് നമുക്ക് അറിയാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.